ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ വൻ തീപിടുത്തം. നല്ലതണ്ണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. സോളാർ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, തീ നിയന്ത്രണ വിധേയമായോ? സ്ഫോടനത്തോടുകൂടി ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഈ അഗ്നിബാധ ഉണ്ടാകുന്നത്. ഇതിനുശേഷം കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. എവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടാകാനുണ്ടായ സാഹചര്യമുള്ളതിൽ പരിശോധന കൃത്യമായ നിലവിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. അതായത് വലിയ മാലിന്യ കൂമ്പാരമാണ് ഈ പ്ലാന്റിൽ ഉണ്ടായിരുന്നത്. ആ മാലിന്യ കൂമ്പാരത്തിലെല്ലാം തന്നെ തീ പിടിക്കുകയും ഈ മാലിന്യം തരംതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ പൊടിക്കുന്നതിനുമൊക്കെയായി ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ അഗ്നിക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാർ, രാജാക്കാട്, അടിമാലി തുടങ്ങിയ അഗ്നിശമന സേനകളിൽ നിന്ന് സംഘങ്ങൾ എത്തി നിലവിൽ ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ അഗ്നിബാധ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായി ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ് ഈ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇത് പ്രധാനമായും ഈ കാട്ടാനകൾ കൂടുതലായി എത്തുന്ന ഒരു പ്രദേശമാണ്. അതായത് പടയപ്പ, ഒറ്റക്കൊമ്പൻ കാട്ടാനകൾ, അതോടൊപ്പം തന്നെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളൊക്കെ സ്ഥിരമായി എത്തുന്ന ഒരു പ്രദേശമാണ് ഈ കല്ലാർ മാലിന്യ പ്ലാന്റ്. ഇതിനു മുമ്പ് നിരവധി തവണ കാട്ടാനകൾ എത്തുന്നതും ഇവിടെ നിന്ന് മാലിന്യം ഭക്ഷിക്കുന്നതുമായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മൾ പുറത്ത് വിട്ടിട്ടുള്ളതുമാണ്. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ഇവിടെ ഈ വനം വകുപ്പ് ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ കൃത്യമായ ഒരു പരിചരണം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കാലപ്പഴക്കം മൂലമാകാം ഈ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതും നിലവിൽ എത്രത്തോളം ആരോപണങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.